ഞാനിന്ന് എലിപ്പനിയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതിതീവ്രമായ മഴ കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രവചനാതീതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ സമയത്ത് എലിപ്പനി എന്ന അസുഖത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ വീൽസ് ഡിസീസ് എന്നത് പ്രധാനമായും ഒരു ജന്തുജന്യ രോഗമാണ്. ലെപ്റ്റോസ്പൈറ ഇൻഡോറഗൻസ് എന്ന ബാക്ടീരിയയാണ് ഇത് പരത്തുന്നത്. ഇതിലെ രോഗവാഹകരായി എലികളാണ് നമുക്ക് കാണുന്നത്. എലിമൂത്രത്തിലൂടെ ഇത് മനുഷ്യരിലേക്ക് പടരുന്നു. മ്യൂക്കോസ എന്ന നേർത്ത സ്ഥലപടലത്തിലൂടെ കണ്ണിലും വായിലും മൂക്കിലുമുള്ളതും അതുപോലെ തന്നെ മുറിവിലൂടെയെല്ലാമാണ് ഇത് പ്രധാനമായും മനുഷ്യരിലേക്ക് പകരുന്നത്. നമ്മുടെ ഈ ബാക്ടീരിയ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാനുള്ള കാലയളവ് ഇൻക്യുബേഷൻ പീരീഡ് 4 മുതൽ 20 ദിവസം വരെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ എലിപ്പനിയുടെ രോഗലക്ഷണങ്ങളായി കാണുന്നത്? കടുത്ത പനി, തലവേദന, കണ്ണിൻ്റെ വെള്ളയിൽ ഉണ്ടാകുന്ന ചുവപ്പ് നിറം, അതുപോലെ പേശീവേദന, കടുത്ത പേശീവേദന, ഇവയാണ് പ്രധാനമായും നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ. ഈ ലെപ്റ്റോസ്പൈറ ഇൻഡോറഗൻസ് എന്ന ബാക്ടീരിയ ശരീരത്തിലെത്തുകയും അതിനുശേഷം അതവിടെ പെരുകുന്ന ഒരവസ്ഥ ലെപ്റ്റോസ്പൈറീനിക് ഫേസ് എന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ആദ്യം ചെയ്യുന്നു. അതിനുശേഷം ഇമ്മ്യൂൺ ഫേസ് എന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മുടെ ആന്തരിക അവയവങ്ങളായ വൃക്ക, കരൾ, അതുപോലെ ഹൃദയം, ഈ അവയവങ്ങളെ ബാധിക്കുന്ന രീതിയിൽ എലിപ്പനി ഉണ്ടാകുന്നത്. സാധാരണ വൃക്കരോഗങ്ങളിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുക എന്നുള്ള ഒരു ലക്ഷണമാണ് നമ്മൾ കാണുന്നതെങ്കിൽ എലിപ്പനിയിൽ നോൺ ഒലിഗോറിക് റീനൽ ഫെയിലിയർ, അതായത് മൂത്രത്തിൻ്റെ അളവ് ഒരുപോലെ നിന്നിട്ട് തന്നെ യൂറിയ, ക്രിയാറ്റിൻ എന്നുള്ള പദാർത്ഥങ്ങൾ അതിൻ്റെ അംശം രക്തത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ കരളിൻ്റെ പ്രവർത്തനത്തിൽ SGOT, SGPT എന്ന് പറയുന്ന രാസാഗ്നികൾ ക്രമാതീതമായി ഉയരുകയും അതുപോലെ ബിലിറൂബിൻ കൂടി മഞ്ഞപ്പിത്തമായി ഇത് രോഗിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഹൃദയത്തിനെ ബാധിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ താളമിടിപ്പിന് വ്യതിയാനം ഉണ്ടാവുകയും ഇത് അതിതീവ്രമായ എലിപ്പനിയെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്നു. കണക്കുകൾ പ്രകാരം 85 മുതൽ 90% എലിപ്പനിയും ചെറിയ തോതിൽ വന്നു പോകുന്നു. എന്നാൽ 10 മുതൽ 15% ഗുരുതരാവസ്ഥയിലാകാൻ സാധ്യതയുണ്ട്, മുൻപ് പറഞ്ഞ രോഗലക്ഷണങ്ങളോട് കൂടി തന്നെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ഇത് പരിശോധനകളിലൂടെ തിരിച്ചറിയുന്നത്? രക്തപരിശോധനകൾ ചെയ്യുമ്പോൾ ശ്വേതരക്താണുക്കളുടെ അളവ് കൂടുകയും പ്ലേറ്റ്ലെറ്റ് കണികകളുടെ അളവ് കുറയുകയും ചെയ്യുന്നു. രോഗം സ്ഥിരീകരിക്കാനായി ഡോക്ടർമാർ PCR അതുപോലെ IgM ആൻറ്റിബോഡി ടെസ്റ്റുകൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായും ഈ ഗുരുതരാവസ്ഥയിലേക്ക് വഴുതിമാറാൻ സാധ്യതയുള്ള ഈ അസുഖത്തിനെ തടുത്തു നിർത്താനായിട്ട് നമുക്ക് പ്രതിരോധമായിട്ട് ഒരു ആൻറ്റിബയോട്ടിക് ലഭ്യമാണ്, വളരെ ഫലപ്രദവുമാണ്. ഡോക്സിസൈക്ലിൻ എന്നാണ് അതിൻ്റെ പേര്. 100 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് ആയിട്ടാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വെള്ളവുമായും വെള്ളക്കെട്ടുമായും സമ്പർക്കത്തിൽ വരുന്നവർ ആഴ്ചയിൽ 200 മില്ലിഗ്രാം ഡോക്സിസൈക്ലിൻ ഗുളിക എത്ര നാളാണോ വെള്ളക്കെട്ടുമായി സമ്പർക്കത്തിൽ ഉണ്ടാകുന്നത് അത്രയും പ്രാവശ്യം ആഴ്ചയിൽ 1 വെച്ച് കഴിക്കുക എന്നുള്ളത് ഫലപ്രദമായ ഒരു പ്രതിരോധ മരുന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മുറിവുള്ളവർ, മുറിവുമായി വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരുന്നവർ, അല്ലെങ്കിൽ മുറിവുണ്ടാകുമ്പോൾ വെള്ളവുമായി സമ്പർക്കം വരുന്നവർ, ഇത് വൈദ്യസഹായ പ്രകാരം ഡോക്സിസൈക്ലിൻ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സ് മുഴുവനായി എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതിൽ പ്രധാനമായ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, ഇവരിൽ നമ്മൾ ഡോക്സിസൈക്ലിൻ ഗുളിക കൊടുക്കാറില്ല. ഇതിന് പകരം എസിത്രോമൈസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കാണ് ഇതിന് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഗുരുതരാവസ്ഥയിൽ വരാവുന്ന ഒരു അസുഖമാണെങ്കിലും കൃത്യമായ പ്രതിരോധ മരുന്നുകൾ കൊണ്ട് നമുക്കിതിനെ തടുത്തു നിർത്താനും മാറ്റി നിർത്താനും സാധിക്കും. പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ.